ഹായ് എവരിവൺ, NK2Kയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NMMS എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടോ അതിനുള്ള എല്ലാത്തിനുമുള്ള ഉത്തരമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ആർക്കെല്ലാം NMMS എക്സാം അപേക്ഷിക്കാം, അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണ്, എപ്പോഴാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്, സ്കോളർഷിപ്പ് തുക എത്രയാണ്, എങ്ങനെ പഠിച്ചാൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം, എന്തെല്ലാം പഠിക്കണം, എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കുറഞ്ഞ സമയത്ത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. NMMS ആർക്കെല്ലാം എഴുതാം? സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ NMMS പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾ, മറ്റ് അംഗീകൃത സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ജവഹർ നവോദയ വിദ്യാലയം എന്നിവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാം എഴുതാനായി നിങ്ങൾ നേടിയിരിക്കേണ്ട യോഗ്യതകളാണ് ഇനി പറയുന്നത്. പ്രസ്തുത സ്കോളർഷിപ്പിന്, ഈ NMMS സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നവർ 2022-23 അധ്യയന വർഷത്തിൽ 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ 55% മാർക്കിൽ കുറയാതെ നേടിയിരിക്കണം. അതിൽ SC/ST വിദ്യാർത്ഥികൾക്ക് 50% മാർക്ക് മതിയാവും. ഭൂരിഭാഗം കുട്ടികളും ഈ മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ വരുമാനത്തിന്റെ കാര്യത്തിലും പരിധിയുണ്ട്. രക്ഷാകർത്താക്കളുടെ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ നിന്നും അധികരിക്കാൻ പാടില്ല. വാർഷിക വരുമാനം 3.5 ലക്ഷത്തിൽ കുറഞ്ഞവർക്കാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. എക്സാമിന് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സാധാരണയായിട്ട് നവംബർ മാസത്തിലാണ് NMMSന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. ഡിസംബർ മാസത്തിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. NMMS എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. ആയതിനാൽ NMMS പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥി തുടർന്നുള്ള ക്ലാസ്സുകളിലും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നതെങ്കിൽ മാത്രമേ സ്കോളർഷിപ്പ് തുക അനുവദിച്ച് നൽകുകയുള്ളൂ. സ്കോളർഷിപ്പിന് അർഹത നേടിയതിനു ശേഷവും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ പഠിച്ചിരിക്കണം. NMMS എക്സാം എഴുതി അർഹരാകുന്ന കുട്ടികൾക്ക് 9, 10, +1, +2 എന്നീ ക്ലാസ്സുകളിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. പ്രതിവർഷം 12,000 രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പഠിച്ചിരിക്കണം, ഈ ഒരു എക്സാമിന്റെ സിലബസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എക്സാമിന് 2 പാർട്ടുകൾ ഉണ്ടായിരിക്കും. പാർട്ട് 1, പാർട്ട് 2. അതിൽ പാർട്ട് 1ൽ വരുന്നത് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ മാറ്റ്. അതിൽ നിന്ന് 90 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 90 മിനിറ്റ് വീതം, അതായത് ഓരോ ക്വസ്റ്റ്യനും ഓരോ മിനിറ്റ് വീതം ലഭിക്കും. പിന്നെ പാർട്ട് 2 സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സാറ്റ്. അതിൽ നിന്ന് വരുന്നത് ബേസിക് സയൻസ് 35 ചോദ്യങ്ങൾ, സോഷ്യൽ സയൻസ് 35 ചോദ്യങ്ങൾ, മാത്തമാറ്റിക്സ് 20 ചോദ്യങ്ങൾ, അങ്ങനെ ആകെ 90 ചോദ്യങ്ങൾ. തുടക്കത്തിൽ തന്നെ കൃത്യമായി പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും വളരെ എളുപ്പത്തിൽ തന്നെ NMMS എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. NMMSന്റെ ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്